പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കൊലപാതക കേസിൽ ബി.ജെ.പി. വാദം ഏറ്റുപിടിച്ച യൂത്ത് കോൺഗ്രസ്. കൊലപാതകം നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയെന്ന ബി.ജെ.പിയുടെ വാദമാണ് യൂത്ത് കോൺഗ്രസും ഏറ്റുപിടിക്കുന്നത്. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടനാണ് ബി.ജെ.പി. അനുകൂല പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, ഇതിലെ മുഖ്യപ്രതി വിഷ്ണു അടക്കം സംഘപരിവാർ അനുകൂലികളാണെന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും ബി.ജെ.പി. വാദം ഏറ്റുപിടിക്കുകയാണ് കോൺഗ്രസ്. തീർച്ചയായിട്ടും ആര്യ, അതുതന്നെയാണ് കോൺഗ്രസ് അങ്ങനെ ഏറ്റുപിടിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നതാണ് ഇപ്പം വിജയ് ഇന്ദുചൂട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. ജില്ലാ അധ്യക്ഷനും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയാണ്. ഇന്നലെ കൊല്ലപ്പെട്ട ജിതിൻ, പെരുന്നാളിലെ ജിതിൻ ഡിവൈഎഫ്ഐ CIT പ്രവർത്തകനെ കൊന്നതെന്ന വാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇത് തീർച്ചയായിട്ടും BJPയുടെ വാദം ഏറ്റുപിടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ തന്നെ BJPയുടെ വാദം ഏറ്റുപിടിച്ചുകൊണ്ടുവരുന്ന തീർത്തും അപഹാസ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പസമയം മുമ്പാണ് കൈരളി ന്യൂസ് വിഷ്ണുവിൻ്റെ സംഘപരിവാർ ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടത്. അത് ഇന്നലെ വ്യക്തമാവുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് BJP ജില്ലാ അധ്യക്ഷൻ VS സൂരജിൻ്റെ വാദം തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടനും സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി പലവട്ടം പറയുന്ന പോലെ കോൺഗ്രസിനും BJPക്കും ഒരേ സ്വരം, ഒരേ തരത്തിൽ സംസാരിക്കുന്നെന്ന വാദം വരുന്നു. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനും BJP ജില്ലാ പ്രസിഡന്റ് പറയുന്നത് തന്നെ ഏറ്റുപറയുകയാണ്. ഏറ്റവും ശ്രദ്ധേയവും ഈ ഘട്ടത്തിൽ, ഏത് ഘട്ടത്തിലാണ് ഇത്തരമൊരു വാദവുമായി BJP ജില്ലാ അധ്യക്ഷൻ്റെ അതേ ശബ്ദത്തിൽ അതേ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന ശ്രദ്ധേയം. അതായത് വിഷ്ണുവിൻ്റെ സംഘപരിവാർ ബന്ധമെല്ലാം പുറത്തു വരുന്ന ഘട്ടത്തിലാണ് വിജയ് ഇന്ദുചൂടൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ BJPയുടെ നാവായി മാറുന്ന കാഴ്ച പത്തനംതിട്ടയിൽ കാണുന്നത്. ശരി സുജു, എന്തായാലും കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. പത്തനംതിട്ട ജില്ലയിൽ ക്രമക്കേടുകൾ നടന്നു വരികയാണ്. നമ്മൾ ഇന്നലെയും ഒരു ന്യൂസ് കണ്ടു, ഒരു CIT-കാരനെ ഇവിടെ നിഷ്ഠൂരമായി കൊന്നിട്ട് അതിനകത്ത് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അവർക്കൊരു രക്തസാക്ഷിയെ വേണമായിരുന്നു, അതുകൊണ്ട് മാത്രം DYFIയുടെ ഭാരവാഹികളാണ് ആ CIT-കാരനെ കൊന്നു എന്നുള്ളതാണ്. സമഗ്ര വിവരങ്ങൾ നൽകുകയായിരുന്നു സുജു ടി ബാബു.